നമസ്കാരം. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വൈകുന്നേരം ഒരു 5:20 ആയിട്ടുണ്ട് സമയം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വേണേൽ കാണാൻ. അപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തൊന്ന് തോന്നി നിൽക്കുകയാണ്. നമ്മളൊരു ചെറിയ ട്രെയിൻ യാത്രയുടെ സീരീസ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായി നമ്മളെ ബൈക്ക് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ വന്നതാണ്. കാരണം 2-3 ദിവസം കഴിഞ്ഞ് നമ്മളിനി തിരികെ വരും. അതുകൊണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ റെയിൽവേയുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നതൊക്കെ കാണാം. കണ്ടില്ലേ? നമ്മുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകുന്ന വഴി തന്നെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും അകത്തോട്ട് കയറാം കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ. എന്നിട്ട് ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളും എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി പ്ലാനിങ് എല്ലാം ഉള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. ട്രെയിൻ നമ്പർ 163-16 മൈസൂർ എക്സ്പ്രസ്സിലാണ് നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ആദ്യ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്ലീപ്പർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് കയറി നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ 163-16 മൈസൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. ഞാൻ ബുക്ക് ചെയ്ത സ്ലീപ്പറാന്ന് പറഞ്ഞല്ലോ. കൊല്ലത്ത് നിന്ന് എറണാകുളം വരെയാണ് ഈ ഒരു പാർട്ടിൽ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ S5-ലാണ്. എൻ്റെ കോച്ച് S5 ആണ്. അപ്പോൾ കോച്ച് പൊസിഷൻ നോക്കാം. S5 ഇതേ വരുന്നത് 14-ലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതേ സമയം 5:26 ആയിട്ടുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിൽക്കുമ്പോഴത്തേക്ക് എന്തോ കുഴിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇത്തിരി ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഞാൻ പറഞ്ഞില്ലയോ നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിൽക്കുക. ഒന്നും കൂടെ കാണിച്ചു തരാം. എസ്കലേറ്റർ കയറുന്നതിന് മുമ്പേ കാണിച്ചു തരാം. ഇതേ കണ്ട എന്തോ കാര്യമായിട്ട് കുഴിക്കുക, എന്തോ പണി നടക്കുന്നുണ്ട്. പിന്നെ എല്ലാം പണികളായതുകൊണ്ട് എന്താണെന്ന് അറിയാനും വയ്യ. നല്ല മഴയുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ നിൽക്കുവാണ്. ഈ യാത്രക്കാരൊക്കെ എനിക്ക് തോന്നുന്നു കോട്ട എക്സ്പ്രസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണോ എന്ന്. അതുകഴിഞ്ഞ് നമ്മൾ പോകുന്ന മൈസൂർ എക്സ്പ്രസ്സിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് വരെ വേണ്ടിയാണോ എന്ന് അറിയത്തില്ല. എന്നിരുന്നാലും നമ്മുടെ നാഗർകോവിൽ കോട്ടയം വണ്ടി വന്നിട്ടുണ്ട്. കോട്ട എക്സ്പ്രസ്സേ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടി അങ്ങോട്ട് വന്ന് ഇവിടുന്ന് ആൾക്കാരെയൊക്കെ കയറ്റി അങ്ങോട്ട് പോയ ഉടനെ തന്നെ നമ്മുടെ ട്രെയിൻ വരും ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ. വയനാട് ഭാഗമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ട്രെയിന്. ഇതുകൊണ്ട് കൈസ് അങ്ങ് ദൂരത്തുനിന്ന് വരുന്നത് നമുക്ക് യാത്ര ചെയ്യാൻ പോകേണ്ട ട്രെയിനാണ് കേട്ടോ. ട്രെയിൻ നമ്പർ 161-16 മൈസൂർ എക്സ്പ്രസ്. ഇത് കൊച്ചുവേളിയിൽ നിന്ന് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ. കൊച്ചുവേളിയിൽ നിന്ന് 4:45 വൈകിട്ട് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് പിറ്റേ ദിവസം രാവിലെ ഒരു 11:15 മൈസൂരിലേക്ക് എത്തിച്ചേരും. മൈസൂർ ജംഗ്ഷനിൽ ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനാണ്, ശ്രദ്ധിക്കണം. ഇതേ ട്രെയിൻ തന്നെ തിരികെ 12:45 ഉച്ചയ്ക്ക് എല്ലാ ദിവസവും മൈസൂർ ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 9:15 കൊച്ചുവേളിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഡെയിലി സർവീസ് എടുക്കുന്ന ട്രെയിനാണ്. ആലപ്പുഴ വഴിയാണ് പോകേണ്ടത്. ഇതാണ് ഈ ട്രെയിനിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിനകത്ത് കയറിയിട്ട് പറയാം. ഇനി നമുക്ക് നടന്ന് S5-ലോട്ട് പോകണം. അതായത് നമ്മുടെ കോച്ചിലോട്ട് നടന്ന് പോകണം. നമ്മുടെ സീറ്റ് നമ്പർ വരുന്നത് 8-ആണ്. S5-ൽ 8. സൈഡ് ലോവർ ബർത്താണ്. ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് കൊല്ലത്ത് നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ 145 രൂപയാണ്. തന്നെ മഴ വീണ്ടും തുടങ്ങിയെന്ന് തോന്നുന്നു. നമുക്ക് പോകേണ്ടുള്ള കോച്ചിൻ്റെ ഫ്രണ്ട് S5-ൽ നിൽപ്പുണ്ട്. ഇവിടെ മലയാളത്തിൽ കൊച്ചുവേളി മൈസൂർ ജംഗ്ഷൻ 161-16 161-15 എഴുതി വെച്ചിട്ടുണ്ട്. കാണുന്നില്ലയോ? അപ്പോൾ ഇതെന്തായാലും അകത്തോട്ട് കയറാം. നേത്രാവതി എക്സ്പ്രസ് ആണ്. നമ്മളിങ്ങോട്ട് വരാൻ നേരത്തെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് പ്ലാറ്റ്ഫോം അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ പോവുക നമ്മുടെ മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലിൽ പോകുന്നല്ലോ നമ്മുടെ നേത്രാവതി. ഇതെൻ്റെ ഫേവറേറ്റ് ട്രെയിനാണ് കേട്ടോ, നേത്രാവതി എക്സ്പ്രസ്. കാരണം ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമുണ്ട്, കാർവാർ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഒരു ട്രെയിനിലായിരുന്നു, നേത്രാവതിയിൽ. 2018-19 ആ ഒരു കാലഘട്ടം തൊട്ടേ. അതുകൊണ്ടാണ് അതെൻ്റെ പ്രിയപ്പെട്ട ട്രെയിനായത്. അപ്പം കറക്റ്റ് 5:40 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ നിന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അകത്തോട്ട് നമ്മൾ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലാണ്. ഇതേ കണ്ടില്ലേ? അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ളൊരു എന്താ പറയുക, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റാണ്. നല്ല വൃത്തിയും മെനയൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. കൊച്ചുവേളിയിൽ നിന്ന് അടുത്ത് പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൊല്ലം ജംഗ്ഷനിലോട്ട് വന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ്.
പിന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് 4:45 എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് സ്റ്റോപ്പുള്ളത് കൊല്ലം ജംഗ്ഷനിലാണ്. അവിടെ നിന്നാണ് നമ്മൾ കയറിയത്. അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ ഞാനൊന്ന് പറയാം. കായംകുളം ജംഗ്ഷൻ, ഹരിപ്പാട്, നമ്മുടെ അമ്പലപ്പുഴ, ആലപ്പുഴ, ചേർത്തല, എറണാകുളം, ആലുവ, തൃശ്ശൂർ, പാലക്കാട്. ഇവിടെയാണ് സ്റ്റോപ്പുള്ളത് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ. നിങ്ങളിത് ഈ ഒരു അപ്പാപ്പൻ ഇരിക്കുന്ന കണ്ടോ, ഈ ഒരു പുള്ളിക്കാരൻ ഇരിക്കുന്ന സീറ്റാണ് എൻ്റെ സീറ്റ്. പുള്ളിക്കാരൻ വയ്യാത്തതാണ്. പുള്ളിക്കാരനെ പിടിച്ചാരെങ്കിലും എഴുന്നേൽപ്പിച്ചാലേ പുള്ളിക്കാരൻ എഴുന്നേറ്റ് നിൽക്കത്തുള്ളൂ. അത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് പുള്ളിക്കാരന് വയ്യാത്തത് കൊണ്ടും പിന്നെ അവർ ഹരിപ്പാട് ഇറങ്ങുന്നത് കൊണ്ടും അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടിയും പറഞ്ഞു. എനിക്ക് ആ പുള്ളിക്കാരൻ്റെ സീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി അപ്പുറത്തായിട്ടാണ്, മിഡിൽ ബർത്തിൻ്റെ എവിടെ എങ്ങാണ്ട. അപ്പം അതുവരെ ഞാൻ എന്തായാലും നിൽക്കാം, വീഡിയോസൊക്കെ എടുക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാം. പിന്നെ പുള്ളിക്കാരന് വയ്യാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കട്ടെ എന്നും വിചാരിച്ചു. ഹരിപ്പാട് ഇറങ്ങും കേട്ടോ അവർ, ഒരു ഫാമിലിയാണ്, വയ്യാത്ത പുള്ളിയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ യാത്രയുടെ ഒരു തുടക്കത്തിലെ വിശേഷങ്ങളെന്ന് പറയാൻ. നല്ല മഴയുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ പെയ്തിരിക്കുക. അപ്പം ഞാൻ നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തമ്പനെയിൽ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ തഞ്ചാവൂർ സീരീസ് എന്ന് പറയുമ്പോൾ ട്രെയിൻ ജേണീസ് മാത്രമാണ്. പിന്നെ തഞ്ചാവൂർ ടെമ്പിളാണ്. അവിടെ പോകാനൊരു ഇതുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ ടെമ്പിളിൻ്റെ ആ ഒരു കാര്യങ്ങളോ വീഡിയോസോ ഒന്നും ചെയ്യുന്നില്ല. ഫുള്ള് ട്രെയിൻ ജേണീസ്. അതാണ് തഞ്ചാവൂർ സീരീസ്. ട്രെയിൻ ജേണീസ് മാത്രമായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ തഞ്ചാവൂർ ചെന്നിട്ടുള്ളതും ക്ഷേത്രത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഒരു അടുത്ത വീഡിയോ, അതായത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. തഞ്ചാവൂർ നമ്മൾ തിരിച്ചു പോകുമല്ലോ, ആ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് അത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മുടെ ഒരു മെയിൻ കൺസെപ്റ്റ് ട്രെയിൻ ജേണീസാണ് ഈ തഞ്ചാവൂർ സീരീസിൽ. പല റൂട്ടിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യണം. അപ്പം രണ്ടാമത്തെ പാർട്ട് വരുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നായിരിക്കും. അത് നമ്മുടെ എല്ലാവർക്കും അറിയാം. ഒരേ ഒരു ട്രെയിനേ ഉള്ളൂ തഞ്ചാവൂർ പോകാൻ കേരളത്തിൽ നിന്ന്, നമ്മുടെ കാരക്കൽ എക്സ്പ്രസ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ പാർട്ട് 2 വീഡിയോ. മനസ്സിലായില്ലേ? ഇതുണ്ടോ ഞാൻ ഇരിക്കുന്ന കോച്ചിൽ എഴുതി വെച്ചേക്കുന്നതാണ് നമ്മുടെ ക്ലീനിങ് സൂപ്പർവൈസറിൻ്റെ നമ്പർ. പിന്നെ വാട്സപ്പൊക്കെ ഉണ്ട്, എല്ലാം വൃത്തിയാക്കുന്നത്. പിന്നെ സർവീസ് പ്രൊവൈഡ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ക്വിക്ക് അറ്റൻഷൻ ഓഫ് ക്ലീനിങ് ആൻഡ് ബെഡ് റോൾ കംപ്ലയിൻറ്റ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കൊല്ലത്തുനിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ ഉള്ളൂ, നമ്മുടെ മൈസൂർ എക്സ്പ്രസ്സിൽ. പിന്നെ രണ്ടാമത്തെ വീഡിയോ വരുന്നത് എറണാകുളത്ത് നിന്ന് തഞ്ചാവൂർ പോകുന്ന വീഡിയോ ആണ്, കാരക്കൽ എക്സ്പ്രസ്സിൽ. പിന്നെ അവിടെ നമ്മളൊരു ദിവസം സ്റ്റേയും കാര്യങ്ങളൊക്കെ കാണും. കാരണം അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ പിറ്റേ ദിവസം നമ്മൾ വേറൊരു റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. തഞ്ചാവൂർ സീരീസിൻ്റെ ഭാഗമായി തഞ്ചാവൂരിൽ നമ്മൾ മധുരൈ പോകും. മയിലാടുതുറ എന്നൊരു വണ്ടിയുണ്ട്, സെങ്കോട്ടെ വരെ പോകുന്ന സെങ്കോട്ട എക്സ്പ്രസ്. ആ വണ്ടിയിൽ നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് കയറി മധുരൈ പോകും. നല്ല റൂട്ടാണ്, ഈ കൊടൈക്കനാൽ റോഡ് വഴിയൊക്കെ പോകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്യും തഞ്ചാവൂർ സീരീസിൻ്റെ ഭാഗമായി. അത് 3ാമത്തെ വീഡിയോ ആയിരിക്കും. 4ാമത്തെ വീഡിയോ തിരിച്ച് നമ്മളെ നാട്ടിലോട്ടായിരിക്കും. തഞ്ചാവൂർ സീരീസിൻ്റെ ഭാഗമായി മധുരയിൽ നിന്ന് പുനലൂരോട്ട് പോകുന്ന നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, അതിലായിരിക്കും നമ്മുടെ ലാസ്റ്റ് യാത്ര. അങ്ങനെ ഒരു 4 പാർട്ടായിട്ട്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ആക്ച്വലി നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മളൊരു മെമു സീരീസ് ഒക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് ഇനി ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ടുമില്ല. അപ്പം അതൊക്കെ ഇടണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത്രയും ഗ്യാപ്പ് വേണമെന്നും പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ആ മെമു സീരീസിൻ്റെ ഇടുന്നതാണ്, അതും ഇടണം, സമയം നോക്കിയിടാം.
പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് നമുക്ക് തഞ്ചാവൂർ പോകണമെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും എറണാകുളത്ത് വന്നേ പറ്റത്തുള്ളൂ. അതായത് ട്രെയിനിൽ പോകാൻ യാത്ര ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എറണാകുളത്ത് നിന്ന് ഒരേ ഒരു വണ്ടി, അതായത് കാരയ്ക്കൽ എക്സ്പ്രസ്, ഈ വേളാങ്കണ്ണി പോകാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അതും നാഗപട്ടണത്തിറങ്ങാം. അതായത് വേളാങ്കണ്ണിക്ക് തൊട്ട് മുന്നേ ഉള്ള നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഷോർട്സും ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം 10:25 ഈ ട്രെയിൻ നമ്മുടെ കാരയ്ക്കൽ എക്സ്പ്രസ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തഞ്ചാവൂരിലേക്ക് എത്തും. ഇത് നമ്മുടെ കായംകുളം ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. കൊല്ലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കായംകുളം ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. സമയം ഏകദേശം 6:45 ഇതാണ്ട് 6:41 ആയിട്ടുണ്ട്. 6:40 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ കായംകുളം ജംഗ്ഷനിലേക്ക് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തഞ്ചാവൂരിലേക്ക് പോകാൻ നമുക്ക് കേരളത്തിൽ നിന്ന് ഈ ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ. അപ്പോൾ ഏത് ജില്ലക്കാരാണെങ്കിലും 10:25 എറണാകുളത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ തഞ്ചാവൂരിലേക്ക് എത്താം. ഈ ട്രെയിൻ തന്നെ തഞ്ചാവൂരിൽ നിന്ന് തിരിച്ചുകൊണ്ട് ആ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ നമ്മുടെ ആ തഞ്ചാവൂർ ആ ഒരു വീഡിയോ വരുമല്ലോ പാർട്ട് 2-ൽ. അപ്പം നിങ്ങൾക്കൊരു ഏകദേശ രൂപം പിടികിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറയാം. എന്തേ ഒരു മെമു കിടക്കുന്നുണ്ടോ? ഇത് നമ്മുടെ നമ്മുടെ ആലപ്പുഴ കൊല്ലം മെമു ആണ്. ആ കഴിഞ്ഞു പോയില്ലേ, നിങ്ങളിപ്പോൾ കണ്ട മെമു ആലപ്പുഴ കൊല്ലം മെമു ആണ് കേട്ടോ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് മെമുവിനെ കണ്ടില്ല. നമ്മൾ ആ ഒരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് വീഡിയോസ് എടുക്കാം മെമു സീരീസിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി യാത്ര ചെയ്ത് പോകാനായിരുന്നു ഒരു പ്ലാനിങ്, കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ. പിന്നെ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് എന്തായാലും ഒരു ചെറിയൊരു യാത്രയുടെ ഭാഗമായി നമ്മൾ സീരീസ് തുടങ്ങുവാണല്ലോ. അപ്പോൾ തുടക്കം തന്നെ ഒന്ന് മുഷിയണ്ടെന്ന് വിചാരിച്ചു. മൈസൂർ എക്സ്പ്രസ്സിലേക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റ് അവസ്ഥ ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ അതിൽ ചെന്ന് കയറണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു, സ്ലീപ്പർ ടിക്കറ്റ്. അങ്ങനെ അങ്ങ് ബുക്ക് ചെയ്തു കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ. നമ്മുടെ ഫോണിനുള്ള ആകെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി, അതായത് വൈകുന്നേരമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഫോണിൻ്റെ പിന്നെ ക്ലാരിറ്റി ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അങ്ങന്നേ ലൈറ്റും കത്തി ഒരു ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ അല്ലേ വരുന്നത്? തന്നെ ഏറനാടാട്ടാ. ഏറനാട് എക്സ്പ്രസ് 6606 16606 അല്ലല്ല 16605 മാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലോട്ട് പോകുന്ന ഏറനാട് എക്സ്പ്രസ്. ഹരിപ്പാട് ഭാഗമൊക്കെ ആയപ്പോഴത്തേക്കോ തന്നെ എൻ്റെ കയ്യിൽ വേറൊരു ഫോൺ ഇരിപ്പുണ്ട് കേട്ടാ. അപ്പോൾ നമ്മുടെ വേർ ഈസ് മൈ ട്രെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ നോക്കി പറഞ്ഞതാണ്. അല്ലാതെ ഇവിടുന്ന് ദൂരത്ത് ട്രെയിനിൻ്റെ വെട്ടം കണ്ട് പറയാനുള്ള കഴിവൊന്നും നമുക്കില്ലടേ. ഇപ്പോൾ അടുത്ത സ്റ്റേഷൻസ് നോക്കി നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ വണ്ടി കിടക്കുന്ന ഹരിപ്പാട് ഭാഗത്താണ്. അപ്പോൾ ഹരിപ്പാട് നിന്ന് ഇപ്പോൾ അങ്ങോട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ കൊല്ലം ഭാഗത്തോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ചുമ്മാ ഹരിപ്പാട് തിരുവനന്തപുരം സെർച്ച് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഹരിപ്പാട് കൊല്ലം സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതൊക്കെ ട്രെയിൻ ആ ഒരു സമയത്ത് ഉണ്ടെന്ന്. അങ്ങനെ കണ്ടുപിടിച്ച് പറയുന്നതാണ് വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്പിൽ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എന്നിരുന്നാലും ഞാനൊന്ന് പറഞ്ഞതാണ്. അല്ലാതെ വെട്ടം കണ്ടൊന്നും ആർക്കും ട്രെയിനെ കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. ഹരിപ്പാടാണ്. ഹരിപ്പാട് നമ്മുടെ ആ ചേട്ടൻ, ആ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞല്ലോ വയ്യാത്ത, അവരൊക്കെ ഇറങ്ങി കേട്ടോ. 2-3 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിടിച്ചിറക്കി സഹായിച്ചു കൊടുക്കാൻ. പുള്ളി ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേൽപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാവം. കൊല്ലത്തുനിന്ന് കയറിയപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റ് മേടിച്ചായിരുന്നു 50-50 അതേ കണ്ടില്ലേ, അത് പൊട്ടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 50-50 കഴിക്കാം. ഇത് നമ്മുടെ ഡിന്നറല്ല, ഡിന്നർ രാത്രി എറണാകുളത്ത് ചെന്നിട്ടാ, സമയമുണ്ടല്ലോ, അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ 50-50 കഴിച്ചു. ഇതിങ്ങനെ നിൽക്കുവാണ്.
നമ്മൾ ആലപ്പുഴയാട്ടോ, ആലപ്പുഴയിൽ വന്ന് നിൽക്കുകയാണ്. ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ തുടക്കം പറഞ്ഞായിരുന്നു ഇത് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനാണെന്ന്. പറഞ്ഞു കാണും, പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനാണ്. മഴയുണ്ട്, മഴ ഇങ്ങനെ ഓരോ സ്റ്റേഷനിലും. തോന്നിട്ടില്ല ഇതുവരെ, ചാറ്റൽ വരെങ്കിലും പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു മഴ. പിന്നെ മഴയത്ത് യാത്ര ചെയ്യുന്ന ഒരു സുഖമാണല്ലോ. ദേ 7:51 ആയപ്പോഴത്തേക്ക് നമ്മൾ ആലപ്പുഴ കഴിഞ്ഞ് പോവുക. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആലപ്പുഴ കഴിഞ്ഞപ്പോഴത്തേക്കും 7:50 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ അതേ എറണാകുളം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക്, അതായത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷൻ ഇനി മൈസൂരാണല്ലോ. മഴ തന്നെ, മഴ, ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നമ്മൾ എറണാകുളം ജംഗ്ഷൻ അകത്തോട്ട് കയറി. അപ്പുറത്തെ ഭാഗത്ത് ഫുള്ള് അതിഥി തൊഴിലാളികൾ തന്നെ കേട്ടോ. ഏതോ വലിയ വണ്ടിക്ക് പോകാനാണെന്ന് തോന്നുന്നു. വേണ്ടാ, നമുക്കിനി ഇറങ്ങണം. എറണാകുളത്തൊക്കെ ഇറങ്ങാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അതേ ഗൈസ്, പ്ലാറ്റ്ഫോം നമ്പർ 1 എറണാകുളം സൗത്ത്, അതായത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കൊച്ചുവേളി മൈസൂർ ജംഗ്ഷൻ വണ്ടിയിൽ 163-16. അപ്പോൾ പാർട്ട് 1 തഞ്ചാവൂർ സീരീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അതുവരെ എല്ലാവർക്കും എറണാകുളം ജംഗ്ഷനിൽ നിന്നും ബൈ.